നമ്മളപ്പോൾ 26/1/2025 തിരുവനന്തപുരം ഫസ്റ്റ്. ഈ കൊല്ലത്തെ ഫസ്റ്റ് ട്രിപ്പ് തിരുവനന്തപുരം ഫസ്റ്റ്. കാസർഗോഡ് ഇപ്പോൾ നമ്മൾ 13-ാം തീയതി പോയിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച അല്ല മുന്നേ തിങ്കളാഴ്ച നമ്മളിവിടെ പോയെന്ന്. പിന്നെ തിങ്കളാഴ്ച അതായത് 13-ാം തീയതി നമ്മൾ കാസർഗോഡ് പോയി. ഈ കൊല്ലം ഫസ്റ്റ് ട്രിപ്പിൽ ഇനി 26/1 തിരുവനന്തപുരം തിങ്കള്. നാളെ തിങ്കളാണ്. 25-ാം തീയതി വരെ വിളിക്കാം. ഒരാഴ്ച കൊണ്ട് നമുക്ക് എന്തൊക്കെ വേണ്ടത് ചെറിയ സാധനങ്ങളൊക്കെ എന്ത് സാധനങ്ങളും ചട്ടിയും കുടുക്കി എല്ലാ സാധനങ്ങളും നമ്മൾ പറഞ്ഞ ഇവിടുത്തെ റേറ്റില് ചെറിയൊരു മാർജിൻ കൂട്ടിയിട്ട് ഇവിടുത്തെ റേറ്റ് സാധനം തരും. നമ്മളെന്താ വെച്ചാൽ കൊണ്ടു വരുമ്പോൾ 1000 രൂപ സാധനത്തിന് 100 രൂപ. അപ്പോൾ DTDC ആണ് എത്ര വേണം? 1000 രൂപ സാധനം 200 രൂപ കുറേ ചാർജ് ആണ്. പുതിയ വെറൈറ്റി നമ്മൾ വരത ഒരു കാരണവശാലും മഹാളി രോഗം മഞ്ഞളിപ്പ് രോഗമൊന്നും വരില്ല. 100 ഗ്രാം നട്ടാൽ അതിന്റെ 20 മെയിൻ സാധനം കിട്ടും. 20 ഇരട്ടി. പർപ്പിൾ മട്ടോ 100 രൂപ ഉള്ളൂ. നമസ്കാരം, അസ്സലാമു അലൈക്കും. NP ലിയാഗാർഡൻ അങ്ങനെ ലൊക്കേഷനിലാണ് പോരുക. NP ലിയാഗാർഡൻ എന്ന് വെച്ചാൽ നേരെ പോരും. അതിൽ നമ്മളെ ലിയാഗാർഡൻ ബോർഡ് കാണേണ്ട റോഡ് നോക്കിക്കാണ്ട് പോരുക. ഏത് പോക്കറ്റിലോട് കയറിയാലും നമ്മളെ ലിയാഗാർഡൻ എന്നുള്ള ബോർഡ് ഉണ്ടാവും. ആ ബോർഡ് കണക്കാക്കി പോരുക. പിന്നെ സംശയം കരുതണ്ട. മരമുന്തിരി നമ്മളെ വണ്ടി കഴിച്ചിട്ടുണ്ടില്ലേ? മരമുന്തിരി കുറച്ച് മൂപ്പുള്ള തൈയാണ്, പക്ഷേ കുറച്ച് വില ഉണ്ട്. എത്രയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതെന്താ വെച്ചാൽ ഇത് നമുക്ക് സാധാ നമുക്ക് 5 രൂപേൻ്റെ ഉണ്ട്. 5 രൂപ. ഇതെന്താ വെച്ചാൽ നമുക്ക് റേറ്റ് കണ്ട് പറയണല്ലേ ഈ ഒന്ന്. അപ്പൊ ഇത് ഒരു മോഹവില എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്ക് സാധാരണക്കാർക്ക് സാധാ വാങ്ങാൻ 5000 നല്ല കായലുണ്ട്. ഇത് കുറച്ച് അത്യാവശ്യം റേറ്റ് വരുമല്ലേ? റേറ്റ് ഉണ്ട്. അതെന്താ വെച്ചാല് അതങ്ങനെയാണ്, ഇത്ര ആക്കി കിട്ടണ്ടേ ഒന്നില്ലെങ്കിൽ. അപ്പൊ നമ്മളെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഞ്ചിയും കപ്പയും നമ്മളെ കയ്യിലുണ്ട്. ഇഞ്ചി പുതിയ വെറൈറ്റി നമ്മൾ വരത ഒരു കാരണവശാലും മഹാളി രോഗം മഞ്ഞളിപ്പ് രോഗമൊന്നും വരില്ല. 100 ഗ്രാം നട്ടാൽ അതിന്റെ 20 മെയിൻ സാധനം കിട്ടും. 20 ഇരട്ടി. ആദ്യം പറഞ്ഞ വിശ്വസിച്ചോ? ഒരു സിമെന്റ് ചാക്കിന്ന് കിട്ടിയ സാധനം അപ്പത് ഇത്രയും. അതാണ് പറഞ്ഞ വിശ്വസിച്ചു. നമ്മളെ കവർ നാസാക്കാൻ പാടില്ലേനു, അങ്ങനെ കാണിക്കണേനു. ഭയങ്കര വിളവ് പറഞ്ഞാൽ ഭയങ്കര വിളവ്. അതായത് ഒരു 100 ഗ്രാം നട്ടാൽ അതിൻ്റെ 20 മേനി ഉണ്ടാവും. 20 ഇരട്ടി. മറ്റേ നാടൻ ഇഞ്ചൊക്കെ പറഞ്ഞാൽ 4 ഇരട്ടി 5 ഇരട്ടി ഉണ്ടാവുള്ളൂ. 20 മേനി വിളവാണ്. അപ്പം എന്ന് വെച്ചാൽ എന്നാൽ ചുക്കിനും എല്ലാത്തിനും പറ്റും. നല്ല കാമ്പുള്ള നല്ല ഉറപ്പുള്ള ഇഞ്ചി ആണേനും ചുക്കിനും ഇതിനൊക്കെ പറ്റും ചോദിച്ചും. വരത കിലോ 140 രൂപയൊക്കെ കൊടുക്കും നമ്മള്. അതായത് നമുക്ക് തയ്യും കൊടുക്കാനുണ്ട്, ഇഞ്ചി കൊടുക്കാനുണ്ട്. അതിനിപ്പോ തയ്യിപ്പോ തന്നെ ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഇപ്പൊ പറിച്ചതാണ് സുഖമാണ്. ഇപ്പൊ ഇങ്ങനെ എടുത്താല് നമ്മളിങ്ങനെ ഒരു ഗ്രോ ബാഗ് ഇങ്ങനെ ഇട്ടാൽ മതി. ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്താൽ അപ്പൊ ഇതിന് എന്തായാലും നമ്മളിത് പറിക്കും ടൈം 20 ഇരട്ടി കിട്ടും. ഗ്യാരണ്ടിയാണ് വരത. നാടൻ അങ്ങനെയല്ല. നാടൻ 4 ഇരട്ടി 5 ഇരട്ടിയേ കിട്ടുള്ളൂ. നാടൻ മോശമാക്കില്ല. അതായത് ഒരു വേരിനെ പോലെ തന്നെ ഇഞ്ചി നമുക്ക് കിട്ടും. അത്രത്തോളം വേര് സിമെന്റ് ചാക്കിൽ വെച്ചാണ് ഇപ്പൊ അത് ഇത്രയും. അപ്പൊ നമുക്ക് കൊറിയർ എന്താ വേണ്ട വെച്ചാൽ 1 കിലോ 70-100 രൂപ കൊറിയർ ചാർജ് സാധനം എത്തും. കൊറിയർ DTDC വഴി എത്തും. ഞാൻ തോന വേണ്ടവർക്ക് നമ്മൾ ഏക്കർ കണക്കിന് വാങ്ങണ കുഴിച്ചിനോർക്ക് കായ് കുറച്ച് കമ്മിയായി കിട്ടും ചോദിച്ചു. സാധനം തോന എടുക്കണോർക്ക് കിട്ടോ. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? കിഴങ്ങ് വർഗ്ഗം ഇപ്പൊ നമ്മളിത് 2 കിലോ നമ്മള് പൂള 4 കിലോ 100 സുമോ ഇന്ന് ഞായറാഴ്ച എല്ലാ ദിവസവും ഞായറാഴ്ച ഉണ്ടാവും. 4 കിലോ 100 ആയിട്ട് ഉണ്ടാവും. പിന്നെ അതേമാതിരി നമ്മളെ ചെറിയമ്പ് 50 രൂപ ഉള്ളൂ. നടാനും ഇതിനൊക്കെ പറ്റുന്ന വിത്തിനൊക്കെ പറ്റുന്നുണ്ട്. ഇത് നമ്മളെ തെക്കൻ പെപ്പർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതിപ്പോ ഡ്രമ്മിന് തന്നെ 10,000-2000 രൂപയോളം സെറ്റിംഗ് ഉണ്ട്. ഡ്രമ്മും ഇതും കൂടി ഉണ്ട്. അതനുസരിച്ച് കൊടുക്കാം. ഇതിനനുസരിച്ച് കൊടുക്കാം. ഇത് നല്ല ബുഷായിട്ട് വിടും. നമ്മൾ ഇന്നുകൂടി ഇവിടെ കുറച്ചുകൂടി വർക്ക് ഉണ്ട്. ഇവിടെ ടാഗും കയറും കൂടി വരാണ്ട് കേട്ടോ. വർക്ക് കഴിഞ്ഞിട്ടില്ല, ഒന്നും തൂങ്ങാണ്ട്. പിന്നെ ഇതിന് നമ്മൾ ചെറുത് വേണ്ടൊക്കെ 150-200 ചട്ടി ഉണ്ട്. ചട്ടിയിൽ കൊടുക്കാനുണ്ട്. ഇതിപ്പോ ഈ രീതിയിൽ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കും. റേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ രീതി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അതാണ് ഓപ്പൺ ആയിട്ട് റേറ്റ് പറയാത്തത്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മളെ ബർമ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂമൊക്കെ ഇട്ടപ്പോൾ ആൾക്കാർ ചോദിച്ചിരുന്നു ബർമ ഉണ്ടോ ചോദിച്ചു. ചില കമന്റ് ഒക്കെ ചെയ്തിരുന്നു ബർമ ഉണ്ടോ വിളിച്ചുകൊണ്ട് ചോദിച്ചിരുന്നു. ബർമ എന്താ ഇതിന്റെ പ്രത്യേകത? ബർമ ഭയങ്കര പൊടിയാണ്. പൊടി കൂടുതൽ. ചില വീഡിയോസൊക്കെ കാണാൻ ഒരു കേങ്ങ് മതി 5-6 ആൾക്കാർക്ക് 4 കിലോ ഉള്ളെങ്കിലും 5-6 ആൾക്കാർക്ക് തേങ്ങ പൊടി ഇങ്ങോട്ട് വെച്ചാൽ ഇരട്ടി ഉണ്ടാവും. കൂഞ്ഞര് തോന്നും. ഈ ഹോട്ടലിക്കൊക്കെ പറ്റിയത്. അതായത് എങ്ങനെ വെച്ചാൽ ഇപ്പം 4 കിലോ വെച്ചാൽ 8 ആൾക്ക് തോന്നേണ്ട 4 ആൾക്കുള്ളത് 8 ആൾക്ക് തോന്നും. ഇങ്ങോട്ട് പൊട്ടിച്ച് നല്ല പൊടിമാതിരി ഏറെ തോന്നും. ഇതിന്റെ ഉള്ളിലെ കളർ എന്താ വരുന്നത്? വെള്ള തന്നെയാണ്. നോർമൽ കളർ തന്നെയാണ് വരുന്നത്. ഇതിപ്പോ എങ്ങനെ നമ്മൾ കൊടുക്കുന്ന സൈസ് ഒക്കെ എങ്ങനെയാണ്? എത്ര റേറ്റും കാര്യങ്ങളൊക്കെ? ഇതിപ്പോ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന കഷ്ണം 50 രൂപ. ഇങ്ങനെ വലിയൊരു കഷ്ണം. ആ സ്ഥാനത്ത് നമ്മള് 50 രൂപ ഉള്ളൂ. ആ സ്ഥാനത്ത് നമ്മൾ ചെറുതാക്കി കണ്ട് 6 പീസ് 5 പീസ് വെച്ചാൽ 50 രൂപ കൊറിയറും 50 രൂപ പുളക്കും 100 രൂപ കൊറിയറും വരും.
അതായത് നമ്മളെ പൂളേനെക്കാട്ടും ചാർജാണ് കൊറിയർ ചാർജ് വരുന്നല്ലേ. ഇപ്പൊ നമ്മള് വയനാട്ടിലേക്ക് ഇപ്പൊ 2-3 വയനാട്ടിലേക്കും മുട്ടു ഇവിടേക്ക് മുട്ട എങ്ങനെ വെച്ചാല് 1200 പൂളക്കും 1800 കൊറിയർ ചാർജും ആയി. പക്ഷെ ആള് പറഞ്ഞ പ്രശ്നം ഏതാണ്ട് JCB പണിക്കാരുണ്ട്. അപ്പൊ നേരെ ഇങ്ങനത്തെ എത്ര സ്റ്റിക്കപ്പ് ആക്കിയത് ഒരു സ്ഥലത്തേക്ക് 50 എണ്ണം. ആ 50 കൊമ്പ് വിടാനാണ് കൊറിയർ ചാർജ് അത്ര ആയത്. പൂളക്ക് അത്ര അതിനായിട്ടില്ല, കൊറിയർ ചാർജ് ഭയങ്കര ചാർജ് ആയത്. ജയന്റ് പർപ്പിള് സാധാ പർപ്പിളല്ല, ജയന്റ് പർപ്പിൾ ഓൾ സീസൺ ആയിട്ട് കിട്ടും. നല്ല വലുപ്പം ഫ്ലഷ് കൂടുതലുണ്ടാവും ജയന്റ് പർപ്പിൾ. ഇപ്പൊ ഈ ഒരു തൈയൊക്കെ നമുക്ക് എത്ര പ്രായം ഉണ്ട്? ഇത് ഒരു വർഷം കഴിഞ്ഞ വർഷത്തെ തൈയാണ്, കഴിഞ്ഞ വർഷത്തെ സീഡാണ്. ഒരു 5-8 മാസം മുന്നുള്ള സീഡാണ്. അതായത് ഇതെന്താ വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ പറയുമ്പോൾ വർഷം പറഞ്ഞിട്ടിപ്പോ മൂന്നാഴ്ച ആയിട്ടുള്ളൂ, രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. അതിന്റെ സീസൺ ഇല്ലാതെ കിട്ടുമ്പോൾ 2 പ്രാവശ്യം കിട്ടുമല്ലോ. ശരിക്കും 2 പ്രാവശ്യം കിട്ടും. ജയന്റ് പർപ്പിളൊക്കെ 2 പ്രാവശ്യം കിട്ടും. ഇത് എത്ര ഡ്യൂറേഷൻ കൊണ്ട് നമുക്ക് കിട്ടുക? സാധാ പർപ്പിള് 3 വർഷം, 3-ാം വർഷം കിട്ടും. കായ്ക്ക് തുടങ്ങുമ്പോൾ 2 വർഷം ശരിക്കും നല്ല ഫ്ലഷ് ഉണ്ടാവും. സാധാ പർപ്പിളാണ് 100 രൂപ, ഇതേ വലുപ്പം 100 രൂപ മേലുണ്ട്. അബിയൊക്കെ നല്ല സൈസോടെ വേറുണ്ട്. അതേമാതിരി നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ഇതാണിത് ഫോറസ്റ്റ് പർപ്പിൾ. അതൊക്കെ നമ്മളിപ്പോൾ കായുള്ള അറുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളന്ന് അറുത്തിട്ടുണ്ട്, നമുക്ക് വീഡിയോസിൽ കാണിക്കാം. പർപ്പിൾ മട്ട 100 രൂപ ഉള്ളൂ. നമ്മുടെ ജയന്റ് പർപ്പിൾ ഉണ്ടല്ലോ അത് 300 ഇതാകുമ്പോൾ 100 രൂപ. ഇതിൻ്റെ യെല്ലോ ഉണ്ട്, യെല്ലോ മട്ടാവ് ഉണ്ട്, അത് 100 തന്നെ ഉള്ളൂ. പിന്നെ സോഫ്റ്റ് സ്കിന്നാണ് വില. സോഫ്റ്റ് സ്കിന്ന് 1000 രൂപയാണ് തജ്ജിന്. ഈ ഒരു തയ്യനല്ലേ സോഫ്റ്റ് സ്കിന്ന്. നമ്മളതൊക്കെ കാച്ചുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം ഇങ്ങനെ നമ്മളത് എഡോസ്റ്റാർ പൊട്ടിക്കാൻ ആയിട്ടില്ല കേട്ടോ, അല്പം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ബ്ലൂ ജാവി തന്നെ കളർ മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ബ്ലൂ ജാവൊക്കെ അധികം ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിരുന്നു തൈ ഉണ്ട്. നമ്മളിത് കൊല വെട്ടിയിട്ട് ഇതിൻ്റെ തൈ പറിക്കുള്ളൂ. അതിന് മുന്നുള്ള തൈ നമ്മൾ ഇതിൻ്റെ അല്ലാത്ത തൈയാണ്, ആ ഒരു തൈന് 2000 രൂപ. അത് ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ നേർ ബോധ്യാക്കും 1000 രൂപയാക്കും. 1000 രൂപയാക്കും നമ്മളതാകുമ്പോൾ. നമ്മളതുണ്ട് വേറെ താഴത്തുണ്ട്. നമുക്ക് എന്തായാലും ഒരു 5-8 തൈ പറിക്കാണ്ടാവും. കന്നായി തന്നെ ഉണ്ടാവും. അതാണ് ഒലസോപ്പ ചെറുത് കിട്ടുക 150ൻ്റെ 2.5-3 വർഷം സീഡാണ് സീഡ് 3 വർഷം കൊണ്ട് കിട്ടുമല്ലോ അത്. പിന്നെ അതിൻ്റെ നേരെ കുറച്ച് നല്ല മൂപ്പുള്ളുണ്ട്, ഒരു 2 വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട് 200 രൂപ 250 രൂപ. പിന്നെ അത് ലെയറുണ്ട്. ലെയർ കുറച്ചും ബുഷാണ്, അപ്പം അതിന് കുറച്ച് വിലയുണ്ട്. 500 ആ റേഞ്ച് വരുന്നുണ്ട്. അതിൻ്റെ വലുത് 500 ഉണ്ട്, 800 ഉണ്ട്. വലുപ്പത്തിനനുസരിച്ച് ഇങ്ങനെ സാധനം ഉണ്ട്. ഒരു സോപ്പ് എന്താ വെച്ചാൽ നല്ല നമ്മൾ അതിന് മുന്നത്തൊക്കെ നമ്മൾ അറുത്തപ്പോൾ നമുക്കൊരു ടേസ്റ്റ് തോന്നിയില്ലായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ നല്ലോണം ആയപ്പോഴാണ് അതിൻ്റെ ഇത് തിന്നാൻ മറ്റേ ശരിക്കും തിന്നാൻ കിട്ടിയില്ലല്ലോ. ബാക്കി ഇനി പറയും നല്ല മധുരം പൊടിയായിട്ട് ശർക്കരന്റെ ഒക്കെ നല്ല പൊടി, നല്ല പൗഡർ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരമാണ്, നല്ല മധുരമുണ്ട്. നല്ല പൊടി പൗഡറിന്റെ നല്ല തിക്കായിട്ടുള്ള പൗഡറിന്റെ അതാണ്. നല്ല മധുരമുണ്ട്, ടേസ്റ്റും ഉണ്ട്. ഒരു 250 രൂപ തൈ വെച്ചാലും 3 കൊല്ലം 2 കൊല്ലം കൊണ്ട് കഴിച്ചാലും കായ് മോലാവും. കാരണം ഇത് നമുക്ക് അതിന്റെ മരം ഒന്ന് കാണിക്കാം. അതിൽ പ്രത്യേക അതായത് ചെടിയായിട്ട് ഉപയോഗിക്കും ചെയ്യാം. ഏത് ടൈമിലും ഫ്ലവറും കായ് കഴിക്കാണ്ടായപ്പോ തന്നെ നല്ല ബുഷായിട്ട് വരുന്നത്. ഞാൻ വെച്ചിട്ടില്ല അത്. പിന്നെ ഇത് നമ്മളെ മറ്റേ ഫോറസ്റ്റ് ആ ഗുവയാണ്. ഫോറസ്റ്റ് ഇതറിയില്ലേ, പർപ്പിൾ ഗുവ അറിയില്ലേ? അത് നമുക്ക് വേണമെങ്കിൽ ഇതെന്താ വെച്ചാല് അതൊക്കെ നമുക്കൊരു വലിയൊരു ഓർണമെന്റ് പ്ലാൻ അല്ല, അങ്ങനല്ല. ഒരു പർപ്പിൾ പേര് തന്നെയാണ് സംഗതി, പർപ്പിൾ പേര് തന്നെയാണ്. പക്ഷെ കുരുവണേക്കാരം മെയിൻ. അത് പക്ഷെ ആ ഒലസൊപ്പം മുറിച്ച് അതേ തന്നെ ഇതാക്കിട്ടേ വേറൊരു എല്ലാം കൂടെ മിക്സ് ചെയ്ത് മധുരം പുളി എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാ. ഇതൊക്കെ കായ് എന്താ ഓൾ സീസൺ എല്ലാ ടൈമും സാധനം. എനിക്ക് ഇത് റെയിൻ ഫോറസ്റ്റ് ഇഷ്ടപ്പെട്ട് പർപ്പിൾ ഗുവയാണ്. ഇത് ഒലസൊപ്പം ഒരു പ്രത്യേക ഫ്ലേവർ. ഇതാണ് നമ്മുടെ ജഹാംഗീർ ഒക്കെ ഫ്ലവറായി വന്നേക്കുന്നത്. ജഹാംഗീർ നല്ല ബുഷ നല്ല പ്ലാന്റ് ആട്ടാ. ഇവിടെ അപ്പുറത്തൊക്കെ മറ്റേ അപ്പുറത്തൊക്കെ പൂ വരുന്നുണ്ട്. 800 രൂപേന്റെ പ്ലാന്റ് ആട്ടാ ഇത് ജഹാംഗീർ. ഈ ഒരു സൈസിൽ കായ ഉള്ളതന്നെ ഇനിയിപ്പോൾ 2 ഫ്ലവർ ആവണുള്ളൂ. ചെലതിമ്മലൊക്കെ കായ ഫ്ലവർ ഇത്. അപ്പം ഇതാണ് നമ്മൾ 5ൻ്റെ. ഇതാണ് 5ൻ്റെ കണ്ടില്ലേ, തൈ കണ്ടില്ലേ? ഇതാണ് നല്ല അത്യാവശ്യം നല്ല തൈ തന്നെയാണ്. എന്താ വെച്ചാൽ ഫ്ലവർ ആയിട്ടുണ്ട്, ചിലത് കായ കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ അപ്പം ചില ആൾക്കാർ എന്താ വെച്ചാൽ ഈ 5000ൻ്റെ ഇങ്ങനെ കണ്ടതിന് ശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതേക്കാരും ചോദിച്ചു, അത് നമ്മളൊക്കെ കൊടുക്കാൻ കഴിയൂല. 5000ന് നമ്മൾ ഇത് ഹൈറ്റ് നോക്കുക, ഇങ്ങനെ ചട്ടി നോക്കുക. ഈ 5000 നമ്മളെന്താ വെച്ചാൽ 5000 നമുക്ക് എന്തെങ്കിലും ചെറിയ കായൊക്കെ കുറക്കാം. അതേമാതിരി വരുമ്പോൾ എന്തേ ഇപ്പം ഈ 5000ന് കണ്ടുകാണ്ട് വില കണ്ടുകാണ്ട് വന്നാണ്ട് ഇതിൻ്റെ വലിയ ചട്ടിയൊക്കെ ചോദിച്ചത്
നമ്മൾ നേരത്തെ തുറക്കൽ അല്ല അത് വേണ്ട, നന്ന ഒരു ഡ്രമ്മ് വേണ്ട, ഇവിടെ തന്നെ അതാ ഡ്രമ്മ് തടക്കട്ടെ. ഇതാ ഇതേ കാരണം ചോദിച്ചു വന്നിക്കാണ്ട്, ഇത് നമുക്ക് ആ വിലക്ക് കിട്ടിയിട്ടുണ്ടായാലും കൊടുക്കാനും കഴിയൂല. ഇത് അതിലേറെ വില ഉള്ളതാണ്. ഇത് ശരിക്ക് 14-ന് 12-ന് വിറ്റിന സാധനമാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇപ്പോൾ 14-നും 12-നും 10-ഒന്നല്ല കീപ്പിട്ട് ചെറിയ കായ് കണ്ട് കുറക്കാം. അയച്ചിട്ട് നമ്മൾ 5000-ന് കൊടുക്കാൻ കഴിയൂല. അത് കഴിയൂല. കാരണം എന്താ വെച്ചാൽ സംഖ്യ നഷ്ടം വരും. കാരണം ഇത് ആദ്യത്തെ സ്റ്റോക്കുകൾ ഇവിടെ ഇങ്ങനെ ഉള്ളത്. പിന്നെ ഇപ്പോൾ വലിയ സബാറൊക്കെ വേണത് 2 നല്ല സബാറുണ്ട്. സബാറ കണ്ടില്ലേ, ഇതൊക്കെ സൂപ്പർ സാധനം. റെഡ് ഹൈബ്രിഡ് കണ്ടില്ലേ, ഫുള്ള് കായുള്ള സാധനം ഇതൊക്കെ. പക്ഷെ എന്താ ചെയ്തത്, ഫുള്ള് കായാണ്, നല്ല എല്ലാ ടൈമിലും കായ് തന്നെയായിരുന്നു. പക്ഷെ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വില വന്നതാണ്. കാരണം ഈ വലുപ്പം മറ്റേ ഇപ്പോൾ 5000-ന് ഇപ്പോൾ ആ വലുപ്പമാണ്. ഇതൊക്കെ 14-15 വിറ്റിയ സാധനമാണ്. എന്നാലും നമുക്കൊരു ചെറിയൊരു ഓഫറിൽ ഇട്ട് കൊടുക്കാൻ മാത്രം. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റിയൊക്കെ ആ 14-ന് വിറ്റിയ സാധനമൊക്കെ നമുക്കിപ്പോൾ ഒരു 9 റുപ്യ കണ്ടിടാം. ഇതിന്റെ താഴത്തോട്ട് കൊടുക്കാം. അതിന് തന്നെ വേറെ ചെറുചട്ടി 7 റുപ്യ. നമ്മൾ ആ സൈസാണ് നമ്മൾ 5 അറിയുണ്ട്. പിന്നെ നമുക്ക് കാലാപ്പാടിയൊക്കെ നല്ല വലുത് 800-ന്റെ ഇങ്ങനെ മേലെ റോട്ടുമ്പോൾ പുതിയ എത്തിയിട്ടുണ്ട്. നല്ല ബുഷ് ടൈപ്പ് കാലാപ്പാടി, നല്ല ഫ്ലവർ ഉള്ളതൊക്കെ അതാ. കോട്ടൂർക്കോണൊക്കെ 700 റുപ്യ ഉള്ളൂ, നല്ല ഫ്ലവറുള്ളത്. കോട്ടൂർക്കോണൊക്കെ ആ റോട്ടുമ്മലുണ്ട്. കാലാപ്പാടി ഇതേമാതിരി അല്ല. ഇത് കോട്ടൂർക്കോണല്ലേ ഈ പൂട്ട്? അത് കോട്ടൂർക്കോണം. ഇത് കാലാപ്പാടി ഇവിടെ അടിപൊളിയായിട്ട് പൂട്ട് നിൽക്കണ്ടേ. 700 രൂപ. ഇവിടെയാണ് ഇപ്പം നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ട് ഇങ്ങനെ വന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കെട്ടിക്കണ്ടതാ. ഇപ്പം നേരത്തെ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ സാധനം ഇറക്കാൻ വേണ്ടി ഈ ഭാഗം ഫുള്ള് ഇങ്ങനെ ക്ലിയർ ആക്കി ഇവിടെ തെങ്ങ് നിർത്തിക്കാണ്ട് ബാക്കി ഇതിലെങ്ങനെ നമുക്ക് ഇങ്ങനെ ദേഹം താഴത്തേക്ക് ഇതാ ഇങ്ങനെ സെറ്റാക്കി പോകണം. തായം കെട്ടി ഇങ്ങനെ പോരാണ്ട് താഴത്തോട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് എടുക്കുകയാണല്ലേ. ഈ ഭാഗത്ത് ഇനി നമുക്ക് അങ്ങനെ ഇതിലെങ്ങനെ സ്റ്റെപ്പാക്കി ഇറങ്ങണം. നമ്മൾ സോഫ്റ്റ് മട്ടോ കായ്ച്ചേക്കണ്. പിന്നെ അവിടെ ഗോൾഡൻ ഐറ്റ് പേര ജപ്പാൻ പേര വൈറ്റ് നമ്മളങ്ങോട്ട് പോകില്ല, അതുവരെ പോകും. അതിൽ നമ്മളെ വായ വെച്ച കണ്ട അതാണ് അപ്പുറത്ത്. ഇപ്പത്തെ കായാണ് ഇതിമ ഓലോസോപ്പോ അല്ലേ. നല്ല അതായത് ഇത് നമുക്ക് ഇതാദ്യം വെച്ച ഇതിനായിട്ട് വേറെ വലുതുണ്ട്. നമുക്ക് എന്താ വെച്ചാല് ഇത് നമുക്ക് ചെടിയായിട്ട് ഉപയോഗിക്കും ചെയ്യാം. കാരണം ഓവർ ശല്യമാവില്ല. നല്ല ഓൾ ടൈം ഫ്ലവർ ആയിട്ടും പായായിട്ടും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. 250, 2 വർഷം കൊണ്ട് കായ്ക്കുന്നത് 250. ഇതിന് ചെറുതുണ്ട് 3 വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട് 150. 150 രൂപ മുതലുള്ള നമ്മളെ കയ്യിലുണ്ട്. 150 രൂപ വെച്ചാലും മതി. 150 രൂപ വെച്ചാലും 3 വർഷം കായ്ക്കും. ഇതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല ഇഷ്ടപ്പെട്ടു. കാരണം കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഇതിന് മുന്നേ നമ്മൾ പായം പോക്കത്തിന് മുന്നേ ഇറത്തിൻ്റെ. അപ്പോൾ നമുക്കൊരു ശരിക്കും ടേസ്റ്റ് തോന്നിയില്ല. നമ്മളെ വൈറസ് ഫ്രീ ആണ് റെഡ് ഒറിജിനൽ കുള്ളം പപ്പായായിട്ട് വരുന്ന കാന്യൂസീഡ് വരും കമ്പനി. നല്ല വ്യവസായ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല സാധനമാണ്. 50 റുപ്യാണ് ഈ തജ്ജിൻ്റെ വില. ഇതെന്താ മറ്റേ തൈന്ന് വ്യത്യാസം വരുന്നത്? എന്താ വെച്ചാൽ നമ്മളുടെ മറ്റേ പപ്പായൊക്കെ നമ്മളൊരു രോഗങ്ങൾ വരുമല്ലോ, ഇത് അങ്ങനത്തെ ഒന്നും വരൂല. അത് ഈ ഇലയിൽ മഞ്ഞളിപ്പ് ഈ ചുരുണ്ടിക്കാണ്ട് മുന്നേ കായ്ക്കാനാകുമ്പോൾ ചുരുണ്ടിക്കാണ്ട് അങ്ങനെയൊക്കെ വരുന്നു. ഇത് കായ്ക്കാത്ത പ്രശ്നം വരില്ല. മറ്റേ ആണും പെണ്ണൊക്കെ ഇതൊന്നും ഉണ്ടാവില്ല. വൈറസ് ഫ്രീ, പ്രതിരോധ ശേഷി ഇത് വികസിപ്പിച്ചെടുത്താണ്. യെസ്. അതായത് 50 റുപ്യാണ് ഒരു കുരുവിനെ 30,000 റുപ്യ വരും. തായ്ലാൻഡ് ഓൾ സീസൺ 150 റുപ്യ. 150 റുപ്യ അല്ലേ. ടേസ്റ്റ് നമ്മൾ അധികം ഉണ്ടെന്ന് പറയണില്ല, പക്ഷെ എല്ലാ സമയത്തും സമ്മന്തി അരക്കാൻ ഇതിനൊക്കെ പറ്റും. എല്ലാ ടൈമും ഉണ്ടാവും, സാധനം ഉണ്ടാവും. അതന്നെ നമ്മൾ ഓൾ സീസൺ നമ്മൾ 30 റുപ്യ കൊടുത്തിരുന്നു. ഇനി അടുത്ത ലോഡ് 30 റുപ്യൻ്റെ ഉണ്ട് സാധനം വരുന്നുണ്ട്. ഓൾ സീസൺ വരാണ്ട് 30 റുപ്യ പൂട്ട തന്നെ 30 റുപ്യക്ക്. ഇതാണ് നമ്മളെ അരക്കാവുന്ന ഫോറസ്റ്റ് പർപ്പിൾ പറഞ്ഞ സാധനം 250. മുതലെടുത്ത് മുതൽ പറഞ്ഞാല് പേരൊക്കെ പ്രത്യേക ഫ്ലേവർ ആയിട്ട് ഇങ്ങനെ ജ്യൂസി ആയിട്ടും അങ്ങനെയൊക്കെ പറ്റും ചെയ്യും. നല്ല എല്ലാ ടൈമും സാധനം ഉണ്ടാവും. ഓർ വലുപ്പം ഉണ്ടാവില്ല, നമ്മളെ കണ്ട വലുപ്പം. 250 കാണുന്നതല്ല, പച്ചയും കളറായാലും ഇങ്ങനെ ഈ ഫോർത്ത് കണ്ട മാതിരി തന്നെ, ഈ ഫോർത്ത് കണ്ട മാതിരി തന്നെ വരിക. ഇങ്ങനെ കായ അങ്ങനെ തായ്ലമൺ. ഇതൊക്കെ എങ്ങനെ റേറ്റ്? തായ്ലമണ് 500 അതിന്റെ ചെറുത് വേണ്ടെങ്കിൽ 200 ഉണ്ട്. ഇതൊന്നും ഇപ്പൊ നമ്മള് ഇവിടെ റിസൾട്ട് ആയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, നമ്മളെ ലീഫ് ലോങ്ങൻ റിസൾട്ട് ആണ്. ലോങ് എല്ലാം നമ്മളെ പറഞ്ഞില്ലേ ഏറ്റവും നമുക്ക് കഴിക്കാനും ഇതിനൊക്കെ ഏറ്റവും നല്ല നമുക്ക് ബ്ലാക്ക് ലീഫ് തന്നെയാണ്. പക്ഷെ ബ്ലാക്ക് ലീഫ് 2 വർഷം കഴിക്കാൻ. പിന്നെ അതിലിപ്പോൾ അങ്ങനെ വന്നാൽ ഫോർസീസിന് വൈറ്റ് 10, 28, 30 ഐറ്റംസോളം ഉണ്ട്. ഇഷ്ടം പോലെ എല്ലാ സാധനം. എന്താ വെച്ചാൽ 500 ഇപ്പോൾ എഡോ സ്റ്റാറും ഡയമണ്ട് വരൊക്കെ ഉള്ളു. 500 ഡബിൾ ലോങ്ങിനൊക്കെ 500 ഡബിളൊക്കെ 500 കേട്ടോ. അതൊക്കെ ഡബിൾ ലോങ്ങനാണ് 500. പിന്നെ 900 അടുക്കുമ്പോൾ വൈറ്റ് ഫോർ സീസണ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്.